ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിന്നുമോളെ അലീന എടുത്തിട്ട് ചോദിക്കും, ഇതിൽ നിറയെ എക്ലെയർസും ചോക്ലേറ്റൊക്കെ ഉണ്ട്, മോൾ ആർക്കൊക്കെ കൊടുക്കും എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ പേരായിട്ട് ചിന്നുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് മനുവിനെ കാണിച്ചിട്ട് ഇത് ആരാന്നറിയോന്ന് ചോദിക്കേ. ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇത് അലീനേച്ചിയുടെ അങ്കിളിൻ്റെ മോനോ അതാരാന്ന് ചോദിക്കുമ്പോൾ അങ്കിളിൻ്റെ മോൻ മനു ശങ്കർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചോക്ലേറ്റ് ഒക്കെ ആരാ വാങ്ങിയത്? അലീനേച്ചി എന്ന് പറയുമ്പോൾ അല്ല, ഈ മനു അങ്കിളാ വാങ്ങിയത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസി അമ്മേനെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ആൻറ്റിയെ അറിയാമെന്ന് പറയുമ്പോൾ അറിയാലോ, മുന്നേ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ അവര് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു. അതിനുശേഷം അലീന ആ ഫ്രോക്ക് വാങ്ങിയിരുന്നല്ലോ, അതെടുത്തിട്ട് ആ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് 2 ഫ്രോക്കാണ്, പാകാവോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ചിന്നുമോൾ അത്യാവശ്യം വളർന്നു എന്ന്. അതെ, നന്നായിട്ട് പൊക്കം വെച്ചു, നല്ല നിറവും വെച്ചു എന്ന് പറയുമ്പോൾ സിസ്റ്റർമാർ പറയും, ഞങ്ങൾ അങ്ങനെയാ അവളെ നോക്കുന്നത്. ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ പേർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അവർക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയും, അയ്യോ, അഡാപ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ രേവതിക്കുട്ടിക്ക് അവളില്ലാത്ത വിഷമവും തീർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, ഞങ്ങളുടെ കണ്ണിലുണ്ണി പോലെയാണ് അവളെ നോക്കുന്നതെന്ന് പറയട്ടോ സിസ്റ്റർ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ രേവതിക്കുട്ടി പറയും, മുകളിലത്തെ റൂം കാണിച്ചു കൊടുത്തത് അവിടെയാന്ന് പറയും. അപ്പോൾ അലീന ചോദിക്കും, എന്ത്? അല്ല, അച്ഛനും മുത്തശ്ശനൊക്കെ അവിടെയാ, അത് പറയാൻ എന്താ അത്ര മടിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇപ്പോൾ മടിയില്ല എന്ന് പറയണേ. അങ്ങനെ അവിടേക്ക് രേവതിക്കുട്ടിയുടെ അച്ഛൻ്റെ 2ാം ഭാര്യ വരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രേസിയമ്മ ചെന്ന് ചോദിക്കും, രമേശൻ നായരില്ലേന്ന്. എന്താ കാര്യം? നിങ്ങൾ അടിക്കടി ഇവിടെ വരുന്നുണ്ടല്ലോ, നിങ്ങളല്ലേ ഇന്നാള് വന്നിട്ട് പോയത്? അതെ, എന്താ കാര്യം? ഇവിടുത്തെ ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ജയപ്രസാദും വിവാഹം കഴിച്ചിട്ട് 17 കൊല്ലായി, അതിനിടെ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അന്നിവിടെ ക്യാൻസർ പേഷ്യന്റ് ഇല്ലല്ലോ, ഇപ്പൊ വന്നത് അതുകൊണ്ടാണ്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തിനാണ് വന്നത് എന്ന്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് രമേശൻ നായർ വരുന്നു. നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. ഇതേ എൻ്റെ വീടാ, അല്ലാതെ നീ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തലയിൽ വെച്ച് കൊണ്ടുവന്ന വീടൊന്നും അല്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, മകൻ ചത്ത് കഴിയുമ്പോൾ അറിയാം ആരുടെ വീടാന്ന്. അപ്പോഴേക്കും ഇവരുടെ അനിയൻ വരുന്നുണ്ട് കേട്ടോ. എന്താ ചേച്ചി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവരെ ചോദ്യം ചെയ്തതേ ഇയാൾക്ക് പറ്റിയില്ല എന്ന് പറയാണ്. അവരെ ചോദ്യം ചെയ്തത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, ഇതേ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനൊന്നുമല്ലല്ലോ, നിങ്ങൾ കയറിപ്പോരെ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി പോകുന്നു. അങ്ങനെ അലീനയും മനുവിനെയും കണ്ട രമേശൻ നായർ അവരാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അലീന നീ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന്. ഞാനും ഇവളെ പോലെ സ്നേഹനികേതനത്തിൽ വളർന്നതാ എന്ന് പറയുമ്പോൾ രേവതികുട്ടി പറയുന്നുണ്ട്, എന്നെ വളർത്തിയതും ചോറൂട്ടി തന്നതും കെട്ടിപ്പിടിച്ച് ഉറക്കിയതും ഒക്കെ അലീനേച്ചിയാന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ രമേശൻ നായർ കൈകൂപ്പി പറയും, ഇവളെ വളർത്തിയ എല്ലാവരോടും ഞങ്ങൾക്ക് കടപ്പാടുണ്ടെന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അലീന പറയും, അയ്യോ ഇതെന്റെ കടമയായിരുന്നു എന്ന്. അപ്പോൾ മനുവിനെ കാണിച്ച് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് എന്നെ സ്നേഹനികേതനത്തിൽ നിന്ന് പാലായിലേക്ക് കൊണ്ടുപോയ ആളാന്ന് പറയും. അവരോടെല്ലാം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയെ ജയപ്രസാദിന്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോവാണ്. അവിടെ ചെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നിട്ട് രമേശൻ നായർ വരും, എന്തെങ്കിലും ചോദിച്ചും പറഞ്ഞിരിക്കും കേട്ടോ, നിന്റെ അച്ഛനല്ലേ എന്ന്. അങ്ങനെ അയാൾ അവിടുന്ന് പോകുന്നു. അപ്പോൾ ജയപ്രസാദ് ചോദിക്കും, മോളെ എന്നോട് ദേഷ്യമുണ്ടോ? ഇപ്പൊ നിൽക്കുന്ന വീട് നല്ലതാണോ, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, നീ ഇപ്പൊ പഠിക്കാൻ പോകുന്നുണ്ടല്ലേ, അച്ഛൻ പറഞ്ഞു നന്നായി പഠിക്കണം. എന്നിട്ട് ചോദിക്കുന്നവരോട് പറയണം, അച്ഛൻ ഉപേക്ഷിച്ച കുഞ്ഞായിരുന്നു, ഓർഫനേജിലാണ് വളർന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ രേവതികുട്ടി ചോദിക്കും, അതെന്നാത്തിന് അങ്ങനെ പറയുന്നതെന്ന്. അല്ല, നിന്റെ വലിപ്പം എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ അച്ഛനുണ്ടല്ലോ എന്ന് പറയണേ. അതിനുശേഷം പറയും, നിന്റെ അമ്മയോടെ ഞാൻ വലിയ ചതിയാ ചെയ്തത്, അന്ന് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച്. കുറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേ അത് മനസ്സിലാവൂ എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ നമ്മുടെ രേവതികുട്ടി പറയും, അതൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന്. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ മോളെ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അച്ഛൻ കാരണമാണല്ലോ അമ്മ ആത്മഹത്യ ചെയ്തതെന്ന് ഓർത്തപ്പോ എന്ന് പറയുമ്പോൾ ഞാനിനി കുറച്ചു കാലം കൂടി അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കട്ടെ ജയപ്രസാദ്. അപ്പോൾ രേവതികുട്ടി പറയും, മരുന്നൊന്നും ഇല്ലേന്ന്. മരുന്നെന്ന് പറയാൻ അല്ലാണ്ട് പെയിൻ വരുമ്പോൾ ഒരു പെയിൻ കില്ലർ മാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതികുട്ടി പറയും, ഞാനേ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാന്ന്. ആ, നീ പ്രാർത്ഥിച്ച നിന്റെ സൂക്കടൊക്കെ മാറും, നീ പ്രാർത്ഥിക്കണം മോളെ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ രമേശൻ നായർ ഗ്രേസിയമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ രേവതിക്കുട്ടി എവിടെയാന്ന് ചോദിക്കുക. അവരെ അച്ഛനും മോളും സംസാരിച്ചിരിക്കുക. അവൻ എന്തൊരു സന്തോഷാന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, മകന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരറിഞ്ഞോ രേവതിക്കുട്ടി മകളാണെന്ന്? ഇല്ല, അവൾ അറിയില്ല എന്ന് പറയുമ്പോൾ അവര് നന്നായിട്ട് മകനെ നോക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ എവിടെ, അവനൊന്ന് ചത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇവരാകെ ഷോക്കായി പോവാണ് കേട്ടോ. അദ്ദേഹത്തിനുള്ള ഭക്ഷണം വല്ലതും വെച്ച് വിളമ്പി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവള് തന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കിച്ചൺ ഉണ്ട്. കഞ്ഞിയും പയറും ചമ്മന്തിപ്പൊടിയും എല്ലാം ഞാനങ്ങ് ഉണ്ടാക്കും, ചില നേരം പുറത്തുനിന്ന് വാങ്ങും. അപ്പോൾ ജയപ്രസാദിനോന്ന് ചോദിക്കുമ്പോൾ അവനും ഞാൻ വെച്ച് വിളമ്പിയത് മതി, പക്ഷെ കുടിക്കാൻ കൂട്ടുവയ്ക്കില്ല, വയറ്റിൽ ക്യാൻസർ അല്ലേ, കൊടുത്തത് മുഴുവൻ ഛർദ്ദിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കും, രാവിലെ എന്തെങ്കിലും വെച്ചോ എന്ന്. രാവിലെ കഞ്ഞിയും പയറും ഉണ്ട്, വേണ്ടെന്നാ പറഞ്ഞത്, കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഗ്രേസിയമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നും കേട്ടോ. ആ ഐഡിയ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രേവതിക്കുട്ടി ജയപ്രസാദിന്റെ മകളാണെന്ന് പറയുമ്പോൾ അവർക്കത് വലിയ ഷോക്കായിരിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാവുമ്പോൾ അവര് ജയപ്രസാദിനെ നന്നായിട്ട് നോക്കിക്കോളും. കാരണം എന്താന്ന് വെച്ചാൽ ജീവിച്ചിരുന്നാലേ ഈ സ്വത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മരിച്ചുപോയ മകള് അവകാശം പറഞ്ഞു വരുമല്ലോ എന്ന് പേടിയുണ്ടാവും എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ഓ ആന്റി ബുദ്ധി എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ രമേശൻ നായർ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മുദ്ര പേപ്പർ അവനെ കൊണ്ട് ഒപ്പിടിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട്, എന്നാ ഒരു കംപ്ലൈന്റ് കൊടുക്കരുതായിരുന്നോ, മകനെ ഭാര്യ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇല്ല മോനെ, നീതി കിട്ടത്തില്ല, പെണ്ണുങ്ങളുടെ പരാതിക്കാൻ മുൻഗണന എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ജയപ്രസാദിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അലീനയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ ജയപ്രസാദ് കൈ കൂപ്പാണ് കേട്ടോ. അയ്യോ, ഞാനാ വളർത്തിയതെന്ന് പറയാൻ ഒക്കത്തില്ല, അന്ന് ഞാനും ചെറുതായിരുന്നു, എന്റെ കൂടെ അവളും വളർന്നു എന്ന് പറയുമ്പോൾ അയാൾ സങ്കടത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ മനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവസാനം ഗ്രേസിയമ്മയോട് കൈക്കുപ്പി പറയുന്നുണ്ട്, എന്റെ മകളെ നന്നായിട്ട് നോക്കിക്കോണേ, എന്റെ മകളാണെന്ന് പറയാനുള്ള അവകാശം പോലും എനിക്കില്ല എന്ന് പറയുമ്പോൾ മനു പറയും, ഇപ്പോഴെങ്കിലും അച്ഛന് മകളെയും മകളെ അച്ഛനെയും തിരിച്ചറിഞ്ഞല്ലോ, മരിക്കുന്നതിന് മുൻപ് അങ്ങനെയൊന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ എന്ന് പറയുമ്പോൾ അയാൾക്ക് വീണ്ടും സങ്കടാവാണ്. അപ്പൊ നമ്മുടെ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോ എന്ന കാര്യം. ഇവള് വന്നു പോയതിന് ശേഷം നല്ല ഭേദമുണ്ട് എന്ന് പറയുമ്പോൾ മനു പറയും, മനുഷ്യന്റെ മനസ്സിന്റെ ബലാണ് ആരോഗ്യം എന്ന കാര്യം. പിന്നീട് രമേശൻ നായർ രേവതിക്കുട്ടിയെ കൊണ്ടുപോയി കുറച്ച് കഞ്ഞിയും പയറൊക്കെ കൊണ്ട് ജയപ്രസാദിന്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. കാരണം ജയപ്രസാദിന്റെ ഒരു ആഗ്രഹമാണ് മകളെ കൊണ്ട് ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും കുടിപ്പിക്കുക എന്നുള്ളത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.